ഒരു വിപ്ലവകരമായ കണ്ടുപിടുത്തം, ഭൗതികശാസ്ത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒന്ന്. അതിന്റെ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അച്ഛാ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്തൊരു ലോകം അതെങ്ങനെ കാണാൻ പറ്റും? ഇതായിരുന്നു 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ശാസ്ത്രജ്ഞരെ കുഴക്കിയ ഏറ്റവും വലിയ ചോദ്യം. ശരിക്കും ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു അത്. അതായത് അന്നത്തെ ശാസ്ത്രജ്ഞർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു: നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്നത് കണ്ണിന് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകൾ കൊണ്ടാണെന്ന്. ഈ സബറ്റോമിക് കണങ്ങളും റേഡിയേഷനുമൊക്കെ ഉണ്ടെന്നവർക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവയുടെയൊന്നും സഞ്ചാരപാതയോ പ്രവർത്തനങ്ങളോ നേരിട്ടൊന്നു കാണാൻ ഒരു വഴിയും മുന്നിലുണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ കണങ്ങളെ നേരിട്ട് കാണാനൊരു മാർഗവുമില്ല. അപ്പോൾ പിന്നെ ഭൗതികശാസ്ത്രത്തിലൊരു വലിയൊരു ഭാഗം വെറും തിയറികളിലും ഊഹങ്ങളിലും മാത്രമായി ഒതുങ്ങിപ്പോവില്ലേ? മുന്നോട്ടു പോകാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ മതിയാവൂ എന്ന അവസ്ഥയിലായിരുന്നു അവർ. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഈ വലിയ പ്രശ്നത്തിന് വളരെ ലളിതമായ എന്നാൽ അതിഗംഭീരമായൊരു പരിഹാരം വരുന്നത്. അതെ, അങ്ങനെയാണ് വിൽസൺ ക്ലൗഡ് ചേംബർ എന്ന ആ അത്ഭുത ഉപകരണം വരുന്നത്. നമ്മൾ തുടക്കത്തിൽ ചോദിച്ചില്ലേ, അദൃശ്യമായതിനെ എങ്ങനെ കാണുമെന്ന്? അതിനുള്ള ഉത്തരമായിരുന്നു അത്. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ മഞ്ഞിലൂടെ നടക്കുമ്പോൾ അവിടെ കാൽപ്പാടുകൾ കാണില്ലേ? ഏകദേശം അതുപോലെ തന്നെ ഈ ചേംബറിലൂടെ ഒരു കണിക കടന്നുപോകുമ്പോൾ അത് പോയ വഴിയിൽ ചെറിയ മേഘങ്ങൾ പോലെ ഒരു പാത തെളിഞ്ഞുവരും. അപ്പോ അദൃശ്യമായ ആ കണിക പോയ വഴി നമുക്ക് കാണാൻ പറ്റി. ശരി, അപ്പോൾ ഈ ഒരു പുതിയ ഉപകരണം ശാസ്ത്രലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? ഏതൊക്കെ അവിശ്വസനീയമായ കണ്ടെത്തലുകൾക്കാണിത് വഴിവെച്ചത്? നമുക്ക് നോക്കാം. ഏകദേശം 1920-കൾ മുതലാണ് ഈ ഉപകരണം ശരിക്കും ചരിത്രം കുറിക്കാൻ തുടങ്ങിയത്. അതോടെ ക്ലൗഡ് ചേംബറുകൾ പാർട്ടിക്കിൾ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഒന്നായി മാറി. സത്യം പറഞ്ഞാൽ ശാസ്ത്രജ്ഞർക്ക് ഒരു പുതിയ കണ്ണ് കിട്ടിയ പോലെയായിരുന്നു അത്. ഇനി പറയുന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ഈ ഉപകരണം ഉപയോഗിച്ചാണ് അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത പുത്തൻ കണങ്ങളെ അവർ കണ്ടെത്തിയത്. പോസിട്രോൺ, മ്യൂഓൺ, കയോൺ, അങ്ങനെ ഒരുപാട് അടിസ്ഥാന കണങ്ങൾ. ഇവയോരോന്നും നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അതുവരെയുള്ള സങ്കല്പങ്ങളെ അപ്പാടെ മാറ്റിമറിച്ച കണ്ടെത്തലുകളായിരുന്നു ശരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതുവരെ വെറും തിയറികളിൽ മാത്രം കേട്ടിരുന്ന, സങ്കല്പങ്ങളിൽ മാത്രമുണ്ടായിരുന്ന കണങ്ങളെ ആദ്യമായി കൺമുന്നിൽ കാണാൻ കഴിയുക. ആ ഒരു നിമിഷം ശാസ്ത്രലോകത്തുണ്ടാക്കിയ ആവേശം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ശാസ്ത്രീയ ഉപകരണങ്ങളുടെ ചരിത്രത്തിൽ വിൽസൺ ക്ലൗഡ് ചേംബറിന്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കിയാലോ? ഇവിടെ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ഈ ക്ലൗഡ് ചേംബർ ഒരു ഒറ്റപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നില്ല. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന കണികകളെ നേരിട്ട് കണ്ട് പഠിക്കാൻ സഹായിക്കുന്ന ട്രാക്ക് അല്ലെങ്കിൽ വിഷ്വൽ ഡിറ്റക്ടറുകൾ എന്നൊരു വലിയൊരു വിഭാഗമുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഉപകരണം തന്നെയായിരുന്നു ഇത്. അതെ, അതുതന്നെയാണ് പോയിന്റ്. ഈ ഒരു ഉപകരണം ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് വന്ന ബബിൾ ചേംബർ, സ്പാർക്ക് ചേംബർ പോലുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു അടിത്തറയായിരുന്നു വിൽസൺ ക്ലൗഡ് ചേംബർ. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത്ര ലളിതമായ ഒരു മേഘത്തിന് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളായ പുതിയ കണങ്ങളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ, ഇന്നത്തെ ഈ അത്യാധുനിക ഡിറ്റക്ടറുകൾ ഇനി എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും നമുക്ക് മുന്നിൽ തുറന്നു തരാൻ പോകുന്നത്? അല്ലേ? അതൊരു വലിയ ചോദ്യമാണ്.